പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒന്നാമത്തെ യൂണിറ്റായ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന യൂണിറ്റിലെ അടുത്ത ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്പേഴ്സ്. എന്താണ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്പേഴ്സ് ചില സിംബൽസ് ആണ്, ചിഹ്നങ്ങളെയാണ് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? സാധാരണ എന്തിനു വേണ്ടിയാണ് നമ്പർ ഉപയോഗിക്കുന്നത്? നമ്പർ ഉപയോഗിക്കുന്നത് എണ്ണാൻ വേണ്ടി യൂസ് ചെയ്യും, വെക്കുവാൻ വേണ്ടി ഉപയോഗിക്കും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്പേഴ്സ് ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സിംബലാണ്. എണ്ണുവാനും അളവെടുക്കുവാനും എല്ലാം ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റിനെയാണ് നമ്പർ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡിനെയാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള നമ്പർ സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് 4 നമ്പർ സിസ്റ്റമാണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഡെസിമൽ നമ്പർ സിസ്റ്റം, 2 ബൈനറി നമ്പർ സിസ്റ്റം, 3 ഒക്ടൽ നമ്പർ സിസ്റ്റം, 4 ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ 4 നമ്പർ സിസ്റ്റവും വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സിംബൽസ് ആണ്. അപ്പോൾ ഏതൊരു നമ്പർ സിസ്റ്റം എടുത്താലും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 നമ്പർ സിസ്റ്റം എടുത്താലും അതിലൊക്കെ ചില സിംബൽസ് കാണാം. ഉദാഹരണമായിട്ട് 0, 1, 2, 3, 4, 5 ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സിംബൽസ് ഓരോ നമ്പർ സിസ്റ്റത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഓരോ നമ്പർ സിസ്റ്റത്തിനും യുണീക്ക് ആയിട്ടുള്ള ബേസ് ഉണ്ട്, അതേപോലെ പൊസിഷണൽ വാല്യൂസ് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ട്. ഓരോ നമ്പർ സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള ബേസ് ഉണ്ട്, അല്ലെങ്കിൽ ബേസും വെയിറ്റും ഉണ്ട്. വെയിറ്റിൻ്റെ മറ്റൊരു പേരാണ് പൊസിഷണൽ വാല്യൂസ് അല്ലെങ്കിൽ സ്ഥാനവില. അപ്പം എന്താണ് ബേസ് എന്ന് പറഞ്ഞാൽ? ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ആ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിംബൽസിൻ്റെ എണ്ണത്തിന് തുല്യമാണ്. ബേസിൻ്റെ മറ്റൊരു പേരാണ് റാഡിക്സ്. ഇനി എന്താണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ വെയിറ്റുകൾ ഏതൊക്കെയാണെങ്കിൽ പൊസിഷണൽ വാല്യൂസ് ഏതൊക്കെയാണ്? പൊസിഷണൽ വാല്യൂസ് നോക്കുന്നത് ബേസിൻ്റെ പവർ ആണ്. 0 മുതലുള്ള പവേഴ്സിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ബേസ് റേസ് ടു 0 ആയിരിക്കും ആദ്യത്തെ വെയിറ്റ്. രണ്ടാമത്തെ വെയിറ്റ് ബേസ് റേസ് ടു 1, മൂന്നാമത്തെ വെയിറ്റ് ബേസ് റേസ് ടു 2, ഇങ്ങനെ തുടങ്ങിയിട്ട് നെക്സ്റ്റ് ബേസ് റേസ് ടു 3 ഇങ്ങനെ പോകും. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിംബൽസിൻ്റെ എണ്ണത്തിന് തുല്യമാണ് ബേസ്. അതിൻ്റെ മറ്റൊരു പേരാണ് റാഡിക്സ്. വെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിൻ്റെ പവറാണ്. ബേസിൻ്റെ 0th മുതലുള്ള പവർ, ബേസ് റേസ് ടു 0, ബേസ് റേസ് ടു 1, ബേസ് റേസ് ടു 2. ഈ 2 അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ബേസ് ആൻഡ് വെയിറ്റ്. ഇനി നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റം വിശദമായിട്ട് പഠിക്കാം. ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം. നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും അതേപോലെ നമ്മൾ ദൈനംദിന ജീവിതത്തിലെല്ലാം ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഈ നമ്പർ സിസ്റ്റമാണ് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിംബൽസ് ആണ് 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. അതായത് 10 നമ്പേഴ്സ്. 10 നമ്പേഴ്സ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടൽ സിംബൽസ്. അതുകൊണ്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണ് എങ്കിൽ 10. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണ്, കാരണം അതിലുപയോഗിക്കുന്ന സിംബൽസ് 10 എണ്ണമാണ്, 0 മുതൽ 9 വരെ.
Since there are 10 symbols, its base is 10. Okay. ഇനി ഏതൊക്കെയാണ് വെയിറ്റ്, പൊസിഷണൽ വാല്യൂസ് ഏതൊക്കെയാണ്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ പൊസിഷണൽ വാല്യൂസ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പൊസിഷണൽ വാല്യൂസ് അല്ലെങ്കിൽ വെയിറ്റ് കാണുന്നത് ബേസിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ബേസ് 10 ആണ്, അതുകൊണ്ട് ഒന്നാമത്തെ വെയിറ്റ് 10⁻�0, അതായത് യൂണിറ്റ്. 10⁻�0 എന്ന് പറഞ്ഞാൽ 1 ആണ്, യൂണിറ്റ്. നെക്സ്റ്റ് 10⁻1, 10⁻1 എന്ന് പറഞ്ഞാൽ 10. നെക്സ്റ്റ് 10 സ്ക്വയർ, 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. അടുത്തത് 10⁻3, 1000. അതായത് നമ്മൾ പറയുന്ന ഒറ്റ, 10, 100, 1000 ഇങ്ങനെ പോകും. ഇതാണ് പൊസിഷണൽ വാല്യൂസ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ വെയിറ്റ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഡെസിമൽ നമ്പർ 1234, ഇതിലും 4ന്റെ പൊസിഷണൽ വാല്യൂ അല്ലെങ്കിൽ വെയിറ്റ് 10⁻0 ആണ്, അതായത് ഒറ്റയാണ്. 3ന്റെ പൊസിഷണൽ വാല്യൂ 10⁻1, അതായത് 10 ആണ്. 2ന്റെ പൊസിഷണൽ വാല്യൂ 10 സ്ക്വയർ ആണ്, അതായത് 100 ആണ്. 1ന്റെ പൊസിഷണൽ വാല്യൂ 10³ അതായത് 1000. അപ്പോൾ ഇതെങ്ങനെയാണ് 1234 എന്ന് കിട്ടുന്നത്? എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? 4നെ 10⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 3 × 10⁻1 പ്ലസ് 2 × 10 സ്ക്വയർ പ്ലസ് 1 × 10³. ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടുക? 1234. 10⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് 1 ആണ്. 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 10³ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ ഇതാണ് പൊസിഷണൽ വാല്യൂസ് അല്ലെങ്കിൽ വെയിറ്റ്. ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണ്. അതിൽ ഉപയോഗിക്കുന്ന സിംബൽസ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ടോട്ടൽ 10 സിംബൽസ്. നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തത് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 എന്നാണ്. അതായത് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് 2 ഡിജിറ്റ് ആണ് നാം ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? 0 and 1. 0 and 1 ഉപയോഗിച്ചാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ എല്ലാ നമ്പേഴ്സും എഴുതുന്നത്. അതുകൊണ്ട് അതിന്റെ ബേസ് എത്രയാണ്? 2 ആണ്. കാരണം 2 സിംബൽസ് ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ 101011. രണ്ടാമത്തെ എക്സാമ്പിൾ 110011. ഇത് ബൈനറി നമ്പർ സിസ്റ്റത്തിലാണ് എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ അതിൻ്റെ കൂടെ ബേസ് 2 എന്ന് എഴുതാറുണ്ട്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലല്ലാത്ത മറ്റു നമ്പർ സിസ്റ്റത്തിൽ എഴുതുന്ന നമ്പേഴ്സിൻ്റെ കൂടെ എല്ലാം അതിൻ്റെ ബേസ് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സിംബൽസിന് പറയുന്ന മറ്റൊരു പേരാണ് ഡിജിറ്റ്. നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിംബൽസിന്റെ മറ്റൊരു പേരാണ് ഡിജിറ്റ്. ഇപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റുകൾക്ക് മറ്റൊരു പേരുണ്ട് ബിറ്റ്. എ ബിറ്റ് ഈസ് എ ബൈനറി ഡിജിറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ? 0 and 1. ഇപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 ആണ്. അതിൽ ഉപയോഗിക്കുന്ന സിംബൽസ് 0 and 1. ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ട എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ആ ഒരു പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ 8 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 8 സിംബൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6 and 7. 8 സിംബൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട്
ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 8 ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ പൊസിഷണൽ വാല്യൂസ് അല്ലെങ്കിൽ വെയിറ്റ് ഏതൊക്കെയാണ്? 8ന്റെ പവേഴ്സ് ആണ്. 8 raised to 0, 8 raised to 1, 8 raised to 2, 8 raised to 3. 8 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 8 raised to 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 raised to 2 എന്ന് പറഞ്ഞാൽ 64. ഇങ്ങനെ പോകും. എക്സാമ്പിൾസ്: 2 3 7 ബേസ് 8, 4 3 6 ബേസ് 8. അപ്പോൾ ഇതിൽ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ ഉണ്ടാകൂ. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 8 ആണ്. അതിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് 0 മുതൽ 7 വരെ. നാലാമത്തെ നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസി എന്ന് പറഞ്ഞാൽ 16 ആണ്. ഈ നമ്പർ സിസ്റ്റത്തിൽ 16 ഡിജിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ബേസ് 16 ആണ്. ഏതൊക്കെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റ്സ് അല്ലെങ്കിൽ സിമ്പിൾസ്? 0 1 2 3 4 5 6 7 8 9. പിന്നെ എ ബി സി ഡി ഇ ആൻഡ് എഫ്. ഇതാണ് 16 ഡിജിറ്റ്സ്. ഇവിടെ എ ബി സി ഡി ഇ ആൻഡ് എഫ്, ഈ 6 ഡിജിറ്റുകൾ ഓരോ നമ്പേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എ എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ള ഡെസിമൽ നമ്പറാണ് 10, ബിക്ക് തുല്യമായുള്ള ഡെസിമൽ നമ്പറാണ് 11, സിക്ക് തുല്യമായിട്ടുള്ള ഡെസിമൽ നമ്പറാണ് 12, ഡിക്ക് തുല്യമായിട്ടുള്ള ഡെസിമൽ നമ്പറാണ് 13, ഇക്ക് തുല്യമായുള്ള ഡെസിമൽ നമ്പറാണ് 14, എഫിന് തുല്യമായിട്ടുള്ള ഡെസിമൽ നമ്പറാണ് 15. ആ ഒരു ചാർട്ട് അവിടെ നൽകിയത് കാണാം. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 16 ആണ് അതിൻ്റെ ബേസ്, അതായത് 16 സിമ്പിൾസ്, 16 ഡിജിറ്റുകളാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. 2 8 A ബേസ് 16. ഇവിടെ എ എന്ന് കാണാം, കാരണം എ എന്നുള്ളത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഒരു ഡിജിറ്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ എ ബി സി ബേസ് 16. എ ബി സി എല്ലാം എന്താണ്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഡിജിറ്റുകളാണ്. ഇപ്പോൾ എ മുതൽ എഫ് വരെയുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് നമുക്കിതിൽ ഉപയോഗിക്കാം. അപ്പോൾ ഏതൊരു നമ്പർ സിസ്റ്റത്തിൻ്റെയും ഡെസിമൽ അല്ലാത്ത ഏത് നമ്പർ സിസ്റ്റത്തിൻ്റെയും കൂടെ അതിൻ്റെ ബേസ് നമ്മൾ സൂചിപ്പിക്കണം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 16 ആണ്. അതിലുപയോഗിക്കുന്ന ഡിജിറ്റ് 0 മുതൽ 9 വരെ, പിന്നീട് എ മുതൽ എഫ് വരെ. ഈ വീഡിയോയിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് 4 നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസും വെയ്റ്റും ഡിജിറ്റ്സുമെല്ലാമാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൺവേർഷൻസ്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റു നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്പേഴ്സ് മാറ്റുവാനുള്ളതും അതേപോലെ മറ്റു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്പേഴ്സിനെ മാറ്റുവാനുമുള്ള കൺവേർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.